എന്ന് പറഞ്ഞവർ ഇന്ന് ജൂലൈ 25 ഇന്ന് സഭയില് വിശുദ്ധ യാക്കോബസ്ലിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ പറയുകയാണ്, എന്നേക്കാളധികം മറ്റാരെങ്കിലും സ്നേഹിച്ചാൽ അവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ഈശോ ഭയങ്കര സ്വാർത്ഥനാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. മറിച്ച് ഈശോ പഴയ നിയമത്തിലെ ആ പ്രധാനപ്പെട്ട ഒരു നിയമം വീണ്ടും അത് ഈശോ ആവർത്തിച്ചെന്നേ ഉള്ളൂ. എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളൊരു നിയമം ഈശോ മറ്റു വാചകങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ ഒരാളും എനിക്ക് യോഗ്യനല്ല എന്നുള്ളൊരു കാര്യം ഈശോ പറയുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോയെ നമ്മുടെ ജീവനേക്കാളും അധികമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഈശോ പറയുകയാണ്, നിന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരു പടിയും കൂടി കടന്നിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. സഭയിലെ ഇന്ന് നമ്മൾ രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ യാക്കോബിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യാക്കോബസ്ലിയ ഒരു രക്തസാക്ഷിയായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനേക്കാളും ജീവിതത്തെക്കാളും അധികമായിട്ട് ഈശോയെ സ്നേഹിച്ച ഒരു മനുഷ്യൻ, സ്വന്തം ജീവനേക്കാളും അധികമായിട്ട് ദൈവത്തെ സ്നേഹിച്ചൊരു മനുഷ്യൻ. ആ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്, എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധ യാക്കോബസ്ലിയയുടെ മധ്യസ്ഥനായിട്ട് പ്രാർത്ഥിക്കാം. ഇത് നമ്മളെല്ലാവരെയും സമൃദ്ധമായി.